എല്ലാവർക്കും നമസ്കാരം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ യൂറിനറി ഇൻഫെക്ഷനും അതുപോലെയുള്ള സിംറ്റംസിനെ കുറിച്ച് പറഞ്ഞല്ലോ. അത് കുറേയൊക്കെ നമ്മളുടെ ഗട്ട് ബാക്ടീരിയയുടെ ഇംബാലൻസ് കൊണ്ടാകാം ഇൻഫെക്ഷൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് എന്ന് പറഞ്ഞു. എന്നാൽ യൂറിനറി ഇൻഫെക്ഷൻ ഇല്ലാതെ തന്നെ അതുപോലെയുള്ള സിംറ്റംസ് കാണിക്കുന്ന ഒരു പ്രോബ്ലം ഉണ്ട്, ഇറിറ്റബിൾ ബ്ലാഡർ സിൻഡ്രോം. നമ്മുടെ ബ്ലാഡറിന് ഒരു ഇറിറ്റബിൾ ബവൽ പോലെ ഇറിറ്റബിൾ ബ്ലാഡർ സിൻഡ്രോം ചില ഭക്ഷണങ്ങൾ, ചില കെമിക്കൽസ് ഒക്കെ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ഈ ബ്ലാഡർ ഓവർ റിയാക്ട് ചെയ്യുകയും അത് നമ്മുടെ കിഡ്നി ഫിൽട്ടർ ഔട്ട് ചെയ്ത് നമ്മുടെ ബ്ലാഡറിൽ എത്തുകയും അത് അസിഡിക് ആയിട്ട് എത്തുകയും നമ്മുടെ ബ്ലാഡർ ഓവർ റിയാക്ട് ചെയ്യുകയും നമുക്ക് ബേണിങ്, ഫുൾനെസ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള യൂറിനേഷൻ ഒക്കെ വരും. അപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ ആണെന്ന്. പക്ഷെ അത് അല്ലാതെയും ആയിരിക്കാം. ഇതൊരു ഡോക്ടർക്കാണ് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കുന്നത്. നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് നെഗറ്റീവ് ആണെങ്കിൽ അത് ഇറിറ്റബിൾ ബ്ലാഡർ സിൻഡ്രോം കൊണ്ടുള്ളതാണ് എന്ന് പറയാം. വേറെ ഒരു കണ്ടീഷനുണ്ട്, അത് ക്രോണിക് ആയിട്ടുള്ളതാണ്. അതിന് ഇന്റസ്റ്റിഷ്യൽ സിസ്റ്റൈറ്റിസ് എന്ന് പറയും. ബ്ലാഡറിന്റെ വോളൊക്കെ എപ്പോഴും ഇറിറ്റേറ്റഡ് ആയിട്ടും ഇൻഫ്ലെയിംഡ് ആയിട്ടും ഇരിക്കുന്ന ഒരു കണ്ടീഷനാണ് അത്. അതിന് പ്രത്യേക ഡയറ്റ് കൊണ്ട് ആളുകൾ അത് കൺട്രോൾ ചെയ്യും. ഇത് എനിക്ക് എങ്ങനെ അറിയാം എന്ന് വെച്ചാൽ, ഞാൻ 2-3 പ്രാവശ്യം എനിക്ക് ഈ ബ്ലാഡറിന്റെ ഒരു ഇറിറ്റേഷൻ വന്ന് ഇത് എക്സ്ട്രീംലി പെയിൻഫുൾ ആണ്. എന്നിട്ട് നമ്മുടെ വേഗസ് നെർവ് ആണ്, അത് ടൈറ്റ് ആവും. നമുക്ക് ഇവിടെ എല്ലാം പെയിൻ വരും. ബ്ലാഡറിന്റെ അവിടെ എക്സ്ട്രീം പെയിൻ ആണ് വരുന്നത്. അപ്പൊ പിന്നെ നമ്മൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂറിൻ പോകണം എന്ന് തോന്നും. കുറെ യൂറിനൊക്കെ പോവുകയും ചെയ്യും. അതിന്റെ എൻഡിൽ ബ്ലീഡിങ് ആവും കൂടുതലായിട്ട് നമ്മളിങ്ങനെ യൂറിനേറ്റൊക്കെ ചെയ്യുമ്പോൾ. അപ്പൊ അത് കൾച്ചർ ചെയ്ത് യാതൊന്നും ഇല്ലാതെ നമ്മൾക്ക് അങ്ങനെ വന്നിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ട് എന്നറിയുകയാണെങ്കിൽ നമ്മൾ കഴിച്ച ഭക്ഷണങ്ങളോ കണ്ടീഷൻസോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എന്താണ് നമുക്കിത് കോസ് ചെയ്തത്. പിന്നീട് അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. പക്ഷെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എനിക്ക് ഉള്ള സൊല്യൂഷൻ എന്താണെന്ന് പറഞ്ഞാൽ നമ്മളുടെ യൂറിനെ ആൽക്കലൈസ് ചെയ്യുക എന്നുള്ളതാണ്. സിട്രാൽക്ക എന്ന് പറയുന്ന ഒരു വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു മരുന്നുണ്ട്. അതാണ് എനിക്ക് ഡൽഹിയിൽ വെച്ച് ഇത് വന്നപ്പോൾ, വിന്ററിൽ ഇത് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത്. സിട്രാൽക്ക കുടിച്ചപ്പോഴത്തേക്കും നെക്സ്റ്റ് ഡേ അത് പോയി. ഇപ്പോൾ ഞാൻ ചെയ്യാനുള്ള എനിക്ക് വളരെ ഒരു ആൽക്കലൈസിങ് ആയിട്ടുള്ള കണ്ട ഒരു സാധനമാണ് കോൾഡ് കുക്കുംബർ സൂപ്പ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു വീഡിയോ ഉണ്ട്. അത് വളരെ എക്സ്റ്റെൻസീവ് വീഡിയോ ആണ്, എന്നാലും ഞാനത് സിമ്പിളായിട്ട് പറയാം. ഒരു കൊച്ച് പച്ച നിറത്തിലുള്ള കുക്കുംബർ എടുത്ത് കട്ട് ചെയ്ത് അത് പീൽ ചെയ്യാം, അല്ലെങ്കിൽ പീൽ ചെയ്യാതിരിക്കാം. പെസ്റ്റിസൈഡിന്റെ കാര്യം കൊണ്ട് അത് പീൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനത് സോഡാപ്പൊടി വെള്ളത്തിൽ ഇമേഴ്സ് ചെയ്യും. അറിയാമല്ലോ എങ്ങനെയാണ് പെസ്റ്റിസൈഡ് റിമൂവ് ചെയ്യേണ്ടത്. വിനാഗിരിയിൽ മുക്കി വെക്കുക, സോഡാപ്പൊടിയിൽ മുക്കി വെക്കുക, സോഡാപ്പൊടി കലക്കിയതിൽ, ബേക്കിംഗ് സോഡ കലക്കിയതിൽ മുക്കി വെക്കുക. അങ്ങനെ വെക്കുമ്പോൾ, ബേക്കിംഗ് സോഡ ആണ്, വാഷിംഗ് സോഡ അല്ല, അത് നമ്മൾ അതിനകത്ത് കെമിക്കൽസിനെ ന്യൂട്രലൈസ് ചെയ്യും, 90% ന്യൂട്രലൈസ് ചെയ്യും എന്ന് പല ആളുകൾ പറഞ്ഞത് കേട്ടിട്ടാണ് ഞാൻ. പല ആളുകളല്ല, നല്ല അതോറിറ്റി ഉള്ള ആളുകൾ പറഞ്ഞത് കൊണ്ടാണ് ഞാനത് അങ്ങനെ ചെയ്തിട്ട് തൊലിയോടെ ഉപയോഗിക്കുന്ന വീഡിയോ ആണ് കാണിച്ചത്. ഇപ്പൊ ഞാൻ അങ്ങനെ മുക്കി വെക്കാനും സമയമില്ലാത്തതുകൊണ്ട് നല്ലപോലെ കഴുകിയിട്ട് തൊലി ചെത്തിയിട്ടായിട്ട് ഉപയോഗിക്കും. അപ്പൊ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ, അതിനെ സ്ലൈസ് ചെയ്ത് അതിന്റെ കുരു എടുത്ത് കളഞ്ഞ് ഇതെല്ലാം കൂടെ ഒരു മിക്സിയിലിട്ട്, ഒരു കുക്കുംബർ ഒരു മിക്സിയിലിട്ട് അതിന്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ കട്ട തൈര്, അല്ലെങ്കിൽ ടു മച്ച് വാട്ടറി ആകും, കട്ട തൈര് ഒഴിക്കുക. കട്ട തൈര് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച കുക്കുംബർ ഒഴിക്കുക. എന്നിട്ട് ഒരു പിഞ്ച് ഓഫ് ഹിമാലയൻ പിങ്ക് സോൾട്ട്, 2 മിന്റ് ലീഫ്, ഇതെല്ലാം കൂടെ ഇട്ട് മിക്സിയിൽ അടിച്ചിട്ട് അത് രാവിലെ തന്നെ കുടിക്കുക. അത് നമ്മളുടെ ഇതുപോലെയുള്ള യൂറിന്റെ അസിഡിറ്റിയും നമ്മുടെ ബ്ലാഡറിന്റെ ഇറിറ്റബിലിറ്റിയും കുറയ്ക്കും. ഇത് എനിക്ക് ഞാൻ അതുകൊണ്ട് കുറയും എന്ന് മനസ്സിലാക്കിയത് ഞാൻ ഹാബിൾഡ് യോഗയിലെ ഡോക്ടർ ചന്ദൻ ബൻസ്വാഡെ പറഞ്ഞതാണ്. ഇതിന് അവർ ഡ്രൈനെസ് എന്നാണ് പറയുന്നത്. സത്യത്തിൽ ഇതൊരു ഡീഹൈഡ്രേഷൻ കൊണ്ടും ഉണ്ടാകാം. നമ്മുടെ ഈ പല കണ്ടീഷൻസ് ഒത്തു വരുമ്പോഴാണ് ഡീഹൈഡ്രേഷനും
പിന്നെ നമ്മൾ കഴിച്ച ഭക്ഷണവും അല്ലെങ്കിൽ ഉപയോഗിച്ച സാധനങ്ങൾ. അപ്പോൾ അദ്ദേഹം പറയുന്നത് കുക്കുംബർ കഴിച്ചാൽ മതി, കുക്കുംബർ കഴിച്ചാൽ മതി. കുക്കുംബർ ഒരു ആൽക്കലൈസിങ് ഫുഡാണ്. ഈവൻ ആസിഡ് റിഫ്ലക്സ് വരുമ്പോഴും ഈ കുക്കുംബർ കഴിച്ചാൽ അത് സബ്ഡ്യൂഡ് ആകും. കുക്കുംബറിൽ വെള്ളമുണ്ട്, പല കെമിക്കൽസ് ഉണ്ട്, പല അതിൻ്റെ അകത്തുള്ള ന്യൂട്രിയൻസ് ഉണ്ട്, ഓർഗാനിക് ആയിട്ടുള്ള പല ന്യൂട്രിയൻസ് ഉണ്ട് അതിൽ. അത് നമ്മൾക്ക് ആൽക്കലൈസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഫുൾ ബോഡി അങ്ങ് ആൽക്കലൈസ്ഡ് ആകും എന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ഇതുപോലെയുള്ള ആസിഡിറ്റിക് ഫീൽ ചെയ്യുന്ന, യൂറിൻ അസിഡിറ്റി അല്ലെങ്കിൽ സ്റ്റമക്ക് അസിഡിറ്റി ഫീൽ ചെയ്യുമ്പോൾ ഈ കുക്കുംബർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അത് ചവച്ച് ചിന്നാലും മതി. ഞാൻ ഇതിങ്ങനെയാണ് കുടിക്കുന്നത്, കാരണം അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനമാണ്. എൻ്റെ പ്രീ ബ്രേക്ക്ഫാസ്റ്റ് ഡ്രിങ്ക് ആയിട്ടും ഫസ്റ്റ് ഡ്രിങ്ക് ഇൻ ദി മോർണിംഗ് ആയിട്ടൊക്കെ ഞാനത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ഞാൻ പറഞ്ഞല്ലോ. പിന്നെ പറയാൻ വരുന്നത് വേറെ ഒരു കാര്യമാണ്. നമ്മൾ ഈ ട്രിഗർ ഫാക്ടേഴ്സ് ഫുഡ്സ് മാത്രമല്ല, എനിക്ക് ഡൽഹിയിൽ വെച്ച് ട്രിഗർ ഫാക്ടർ ആയത് കോൾഡാണ്. കോൾഡ്, ഈ ഇറിറ്റബിൾ ബ്ലാഡർ ഉള്ളവർക്ക് തണുപ്പടിച്ചാൽ ഈ ബ്ലാഡർ ഇറിറ്റേഷൻ ട്രിഗർ ചെയ്യും. എൻ്റെ അടുത്തുള്ള ഒരു ഹോമിയോ ഡോക്ടർ എന്നോട് പറഞ്ഞത് കിഡ്നിക്ക് തണുപ്പടിച്ചിട്ടാണ്. അന്നേരം ഞാൻ എല്ലാം തണുത്ത വെള്ളം തന്നെ ഉപയോഗിക്കുമായിരുന്നു, വാഷ് ചെയ്യാനും ഒക്കെ ക്ലീൻ ചെയ്യാനും ഒക്കെ. അപ്പോൾ ആ തണുത്ത വെള്ളവും വിന്ററും എല്ലാം കൂടെ ആയപ്പോൾ അത് നല്ല ഇതായിട്ട് തണുപ്പടിച്ചു. അന്ന് ഒരു ദിവസം ഞാൻ വെള്ളം കുടിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിൽ രാവിലെ തൊട്ട് ഉച്ചവരെ ഒരു വെള്ളവും കുടിക്കാതെ ഇരുന്നു. അന്നേരമാണ് എനിക്കിത് ഡൽഹിയിൽ വെച്ച് വന്നത്. ഇവിടെ വെച്ച് വന്നത് ഇപ്പോൾ കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴാണ്. അത് വരാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത് വേറെ കാരണങ്ങളുണ്ട് ഇതുപോലെ വരാൻ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഫുഡ്, കോൾഡ്, ഡീഹൈഡ്രേഷൻ. ഇനിയുള്ള ഒരു കാരണം, അത് നമ്മൾ എപ്പോഴും എസ്പെഷ്യലി ഡയബറ്റിസ് ഉള്ളവർ അവെയർ ആയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഡയബറ്റിസ് ഉള്ളവർക്ക് ബ്ലഡ് ഷുഗർ കൺട്രോളിനും മറ്റ് ആവശ്യങ്ങൾക്കുമായിട്ട് അത്യാവശ്യമായിട്ടുള്ള ഒരു വൈറ്റമിനാണ് B1, വൈറ്റമിൻ B1. B1 ഡെഫിഷ്യൻസി ഉള്ളിടത്തോളം നമ്മളുടെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്ത് ഇരിക്കത്തില്ല. നമ്മൾക്ക് ഉണ്ടാകുന്ന ക്ഷീണമുണ്ടാകും. ബ്ലഡ് ഷുഗർ, നമ്മുടെ ശരീരത്തിലെ ഷുഗർ മെറ്റബോളിസത്തിനുള്ള എൻസൈംസിന്റെ കൂടെ ഒരു കോ എൻസൈമായിട്ട് ആക്ട് ചെയ്യുന്ന സാധനമാണ് B1. അപ്പോൾ B1 ഇല്ല എങ്കിൽ നമുക്ക് ഈ ഷുഗർ മെറ്റബോളിസം, ഗ്ലൂക്കോസ് മെറ്റബോളിസം ശരിയായി നടക്കത്തില്ല. ഷുഗർ കൂടിയിരിക്കും, നമ്മൾക്ക് ഭയങ്കര ക്ഷീണം വരും. അതിൻ്റെ കൂടെ മെമ്മറി ലോസ് വരും, ബാലൻസ് പോകും. കൂടി വന്നാൽ ബാലൻസ് പോകും എന്നുള്ള വളരെ പല തരത്തിലുള്ള സിംറ്റംസ് നമുക്ക് വരും. അതിൽ ഒരു സിംറ്റമാണ് നെർവ്സിന്റെ എഫിഷ്യൻസി, നെർവ്സിന്റെ കണ്ടീഷൻ ഡിറ്റീരിയറേറ്റ് ചെയ്യുക. അപ്പൊ നെർവ്സിന്റെ കണ്ടീഷൻ ഡിറ്റീരിയറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നെർവ് ഡാമേജ് ഉണ്ടാകുക. നെർവിന്റെ ഷീത്ത്, മൈലിൻ ഷീത്ത് എന്നൊക്കെ പറയുന്നതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, അതിനെ ഇൻടാക്റ്റ് ആയിട്ട് വെക്കുന്ന ഒരു കാര്യത്തിലുള്ളതാണ് വൈറ്റമിൻ B1. അപ്പൊ B1 കുറയുമ്പോൾ നമുക്ക് പല നെർവ് ഡാമേജസ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് നെർവ് ഫങ്ഷനിങ്, ബ്ലാഡർ കൺട്രോൾ നമ്മുടെ പോകും. അപ്പോൾ നമുക്ക് എപ്പോഴും മൂത്രമൊഴിക്കണം എന്ന് തോന്നും, നമുക്ക് കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള പല കണ്ടീഷൻസ് നമുക്കുണ്ടാകും. വേറെ ഒരു കാര്യം ഉണ്ടാകുന്നത് എന്താ വെച്ചാൽ ഫ്ലാസിഡ് ബ്ലാഡർ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ചിലപ്പോൾ ഉണ്ടാകും. ഈ ഫ്ലാസിഡ് ബ്ലാഡർ ആണെങ്കിൽ നമ്മുടെ ബ്ലാഡർ മസിൽസ് വീക്കാകും. തൈമിൻ ഡെഫിഷ്യൻസി കൊണ്ടും ഇതുണ്ടാകും. വീക്കാകുമ്പോൾ നമുക്ക് ഫുൾ എംറ്റിങ് ഓഫ് ദ ബ്ലാഡർ നടക്കുകയില്ല. നമ്മൾ മൂത്രം ഒഴിക്കുമ്പോൾ ഫുള്ളായിട്ട് പോകാതെ അവിടെ കെട്ടിക്കിടന്ന് പിന്നെ യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകും. പിന്നെ വേറെ പല സൈഡ് ഇഫക്ട്സ് ഉണ്ട് തൈമിൻ ഡെഫിഷ്യൻസിക്ക്. ബ്ലാഡർ മസിൽ ഓവർ റിയാക്ട് ചെയ്യുന്ന കണ്ടീഷൻ ആവാം ചിലപ്പോൾ നമുക്ക് വരുന്നത്. അപ്പൊ അൺകൺട്രോൾഡ് ബ്ലാഡർ കോൺട്രാക്ഷൻസ് ആയിട്ട് നമുക്ക് മൂത്രം ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റാതെ വരും. അപ്പൊ ഇതൊക്കെ തൈമിൻ ഡെഫിഷ്യൻസി കൊണ്ട് വരാം. നമ്മൾക്ക് ഇതൊക്കെ, നമ്മളുടെ ഇറിറ്റബിൾ ബ്ലാഡർ ഉള്ള ഒരാളാണെങ്കിൽ തൈമിൻ ഡെഫിഷ്യൻസിയും കൂടെ ആകുമ്പോൾ ഇത് വളരെ അധികമായിട്ട് വരാം. ഈ തൈമിൻ ഡെഫിഷ്യൻസി വരുന്ന സർക്കംസ്റ്റൻസസ് എന്തൊക്കെയാണ് എന്ന് വെച്ചാൽ, നമ്മൾക്ക് ഒരു സ്ട്രെസ്ഫുൾ ഇൽനെസ്, ഒരു അക്യൂട്ട് ഇൽനെസ് കഴിഞ്ഞാൽ തൈമിൻ ഡെഫിഷ്യൻ്റ് ആയിട്ട് വരും. അതിനെ ഫൈറ്റ് ചെയ്യാൻ നമ്മുടെ ബോഡി എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ തൈമിൻ വേണം. അപ്പോൾ നമ്മളുടെ തൈമിൻ ഡെഫിഷ്യൻ്റ് ആവും. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞ്, അത് ആക്ച്വലി 2 കണ്ണും ഓപ്പറേറ്റ് ചെയ്തു, വൺ ആഫ്റ്റർ ദി അതർ.
അത് ആക്ച്വലി എൻ്റെ ബോഡിക്ക് ഒരു സ്ട്രെസ്സാണ്. നമ്മളുടെ ഡോക്ടർ കണ്ണിൻ്റെ കാര്യമാണ് നോക്കുന്നത്, അല്ലാതെ തൈമിൻ ഡെഫിഷ്യൻസി വരുമെന്നോ ഒന്നും പറയത്തില്ല. അത് കഴിഞ്ഞ് എനിക്ക് ഈ ഇറിറ്റബിൾ ബ്ലാഡർ ഒക്കെ വളരെ കൂടുതലായിട്ട് വരികയും ആശുപത്രിയിൽ പോയി ഞാൻ പറഞ്ഞല്ലോ എല്ലാം ചെക്ക് ചെയ്തിട്ട് ഇൻഫെക്ഷൻ ഇല്ല, സ്റ്റോൺ പാസ് ചെയ്ത ലക്ഷണമില്ല, ഇതൊന്നും ഇല്ലാതെ വന്നപ്പോൾ ഞാൻ ഓർമ്മ വന്നു എനിക്ക് പണ്ടും ഇങ്ങനെ വന്നു, ഒരു വളരെ കൺഫ്യൂസിങ് ആയിട്ട്. അതിനെക്കുറിച്ച് വായിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ഇറിറ്റബിൾ ബ്ലാഡർ സിൻഡ്രോം എന്ന് പറഞ്ഞ ഒരു സംഗതി ഉണ്ട്. അതുപോലെ തന്നെ വേറെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഇൻറ്റസ്റ്റീഷ്യൽ ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞ ബ്ലാഡറിന്റെ വോൾസ് ഇൻഫ്ലെയിംഡ് ആയിട്ട് ഇരിക്കുക. ഇങ്ങനെയുള്ള പലതരം കണ്ടീഷൻസ് ഉണ്ട്. പിന്നെ തൈമിൻ ഡെഫിഷ്യൻസിയും ഇതിനെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. അടുത്തത് മെയിൻ ആയിട്ട് നമ്മൾ കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മുടെ ഫുഡ്. അത് കാരണം അത് പണ്ട് നമ്മളുടെ കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോൾ അതിനകത്ത് തന്നെ തൈമിൻ സോഴ്സും ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ തവിടുള്ള അരിയുടെ തവിട്, അങ്ങനെ ഇതിലൊക്കെയാണ് തയാമിൻ കൂടുതലായിട്ട് ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ഉള്ളിലുള്ള സ്റ്റാർച്ചിൽ തയാമിൻ ഇല്ല. അപ്പൊ നമ്മൾ ഈ സ്റ്റാർച്ച് മാത്രമായിട്ട് ധാരാളമായിട്ട് കഴിക്കുമ്പോൾ അതിനെ പ്രോസസ്സ് ചെയ്യാനും നമ്മൾക്ക് തയാമിൻ വേണം. അത് പക്ഷേ നമ്മുടെ ഫുഡ് സോഴ്സിൽ തയാമിൻ ഇല്ല. അങ്ങനെ ആകുമ്പോൾ നമുക്ക് തൈമിൻ ഡെഫിഷ്യൻസി വരും, നമുക്ക് ബ്ലഡ് ഷുഗർ കൂടും. അതുപോലെ ഇതുപോലെയുള്ള പല പല കണ്ടീഷൻസ് വരും. ഐസൈറ്റ് ഇനെ അത് ബാധിക്കും കേട്ടോ. കണ്ണിന്റെ സൈറ്റിനെ ബാധിക്കും, നമ്മളുടെ നെർവ്സിനെ ബാധിക്കും. കണ്ണിന്റെ സൈറ്റിനെ ബാധിക്കും, ഇതുപോലെ ബ്ലാഡറിനെ ബാധിക്കും. അതുപോലെ നമ്മളുടെ നടപ്പ് ചിലപ്പോൾ വല്ലാതെ ആവും, നമ്മുടെ മെമ്മറിയിലെ ബാധിക്കും. പിന്നെ ബാധിക്കുന്നത് ഈ ഇപ്പോൾ റിസർച്ച് പറയുന്നത് ഈവൻ പാർക്കിൻസൺസ് ഡിസീസിന്റെ ഷിവറിങ് ഒക്കെ അത് നെർവ് ഡാമേജ് കൊണ്ടല്ലേ ഉണ്ടാകുന്നത് ബ്രെയിനിലും. ആ നെർവ് ഡാമേജ് പോലും തയാമിൻ ഡോസ്, തയാമിൻ അഡ്മിനിസ്ട്രേഷൻ ബൈ എ ഡോക്ടർ കൊണ്ട് കൺട്രോൾ ചെയ്യാനും റെഡ്യൂസ് ചെയ്യാനും സാധിക്കുന്നു എന്ന്. അതാണ് തയാമിനെ കുറിച്ച് ഞാൻ ബ്രീഫായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് യൂറിനറി ഇൻഫെക്ഷൻ വരുന്നു എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ചിലപ്പോൾ അത് യൂറിനറി ഇൻഫെക്ഷൻ ആയിരിക്കുകയില്ല, ഒരു ഇറിറ്റബിൾ ബ്ലാഡർ ആവാം, തയാമിൻ ഡെഫിഷ്യൻസി ആവാം, ഇൻറ്റസ്റ്റീഷ്യൽ സിസ്റ്റൈറ്റിസ് എന്ന കണ്ടീഷൻ ആവാം. നിങ്ങൾക്ക് എപ്പോഴും ഇത് ഉണ്ടായിരുന്നെങ്കിൽ, എനിക്ക് കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് വരും. അപ്പോൾ എൻ്റെ ഇറിറ്റബിൾ ബ്ലാഡർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആ ഫുഡ്സ് ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. അത് ട്രിഗർ ചെയ്യുന്ന ഫുഡ്സിൽ നമ്പർ 1 ആണ് ഇത് കൊക്കോകോള ഒക്കെ. കെഫീനാണ്, കെഫീൻ. നല്ല കട്ടൻ കാപ്പി, സ്ട്രോങ് ആയിട്ട് 5-6 കാപ്പിയൊക്കെ കുടിക്കുമ്പോൾ നമ്മുടെ യൂറിനിൽ ഈ ആസിഡായിട്ട് വരികയും നമുക്ക് ഈ ഫീലിംഗ് ഉണ്ടാവുകയും ചെയ്യും. കെഫീൻ ഇതിനായിട്ട് ഒരു ട്രിഗറാണ്. ഞാൻ ഈയിടെ ഈ കോള വാങ്ങിച്ച് കുടിക്കുകയും ചെയ്തു. പിന്നെ തയാമിൻ ഞാൻ സപ്ലിമെന്റ് കഴിക്കും എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടിരുന്നു, അത് ഞാൻ എൻഡ് സ്ക്രീനിൽ തരാം. അതിൽ കൂടുതലായിട്ട് തയാമിൻ്റെ കാര്യം പറയുന്നുണ്ട്. പക്ഷെ വളരെ ആ ആർട്ടിക്കിൾ അങ്ങനെ തന്നെ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ആ ഒരു റിസർച്ച് പേപ്പർ പറയുകയാണ് ചെയ്തത്. ലോൺസ്ഡെയിൽ എന്ന് പറയുന്ന ആളാണ് ഈ ഗ്രൗണ്ട് ബ്രേക്കിംഗ് റിസർച്ച് ഇൻ തയാമിൻ ചെയ്തത്. നമ്മൾക്ക് തയാമിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുന്നത് ഒരു കാര്യം, നമ്മൾ കൂർക്കം വലിക്കും. രാത്രി ഭയങ്കര കൂർക്കമൊക്കെ ആണെങ്കിൽ തയാമിൻ കഴിച്ചു നോക്കിയാൽ മിക്കവാറും ആ കൂർക്കമൊക്കെ നിൽക്കും. എനിക്ക് കോവിഡ് കഴിഞ്ഞപ്പോൾ ഭയങ്കര കൂർക്കം വലി തുടങ്ങിയപ്പോഴാണ് ഞാൻ ഈ കൂർക്കം വലിയുടെ കാരണം തയാമിൻ ഡെഫിഷ്യൻസി ആണ് എന്ന് മനസ്സിലാക്കി തയാമിൻ കഴിച്ച കൂർക്കം വലി നിന്നത്. അപ്പൊ എല്ലായ്പ്പോഴും അങ്ങനെ ആകത്തില്ല, മൂക്കിനകത്തൊക്കെയുള്ള ചില പ്രോബ്ലംസ് ഒക്കെ കൊണ്ടാവാം. പക്ഷെ എൻ്റെ അന്നത്തെ കേസ് തയാമിൻ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റി. അതുപോലെ ഈ യൂറിൻ്റെ പ്രോബ്ലമിനും ഞാൻ തയാമിനും അതുപോലെ ഈ ആൽക്കലൈസിങ് ഫുഡ്സും ഈ അസിഡിക് ഈ കോളയൊക്കെ മാറ്റി വെച്ച് കൺട്രോൾ ചെയ്യുന്നുണ്ട്. എനിക്ക് അറിയാൻ വയ്യ, ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇത് തന്നെ ഈ ഇതിൻ്റെ ഡെഫിഷ്യൻസീസ് ഒക്കെ ബാലൻസ് ചെയ്ത് വരുമ്പോൾ അത് ശരിയാകുമായിരിക്കും. നമ്മൾക്ക് ഓരോരോ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ കഴിയുമ്പോഴും നമ്മളുടെ ബോഡി കുറേയൊക്കെ ഇതുപോലെ വീക്കർ ആവും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടതായിട്ട് ചെയ്യുക. പണ്ടത്തെ കാലത്ത് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഉടനെ തന്നെ ചിക്കൻ സൂപ്പ്, ലിവർ ഫ്രൈ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ കഴിക്കുമായിരുന്നു. അല്ലെങ്കിൽ വെജിറ്റേറിയൻസ് ആണെങ്കിൽ ചില ഇലകളൊക്കെ അരച്ച് ശർക്കരയൊക്കെ വച്ച് ചില ബോൾ പോലെയൊക്കെ ആക്കി പല സാധനങ്ങൾ എള്ളൊക്കെ വെച്ചൊക്കെ കഴിക്കുമായിരുന്നു. ഇപ്പൊ നമുക്ക് അങ്ങനെയുള്ള ഒരു
കെയറും നമ്മൾ എടുക്കാറില്ല. നമ്മുടെ ഇത് കഴിഞ്ഞു മുറിവ് ഉണങ്ങി അല്ലെങ്കിൽ സൈറ്റ് ഹീൽ ചെയ്തു പറഞ്ഞ് നമ്മൾ നടക്കും. അപ്പം നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ അറിയുന്നില്ല. എനിക്ക് വളരെ പെയിൻഫുൾ ആയിട്ട് ഉള്ള ഒരു ഇതായിരുന്നു സിസ്റ്റൈറ്റിസ്, ഇന്റർസ്റ്റിഷ്യൽ സിസ്റ്റൈറ്റിസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഇത് ഞാൻ ഓർത്തു, പല ആളുകൾക്കും ഇതുപോലെ ഈ റിപ്പീറ്റഡ് ആയിട്ട് എന്തുകൊണ്ടാണ് നമുക്ക് യൂറിൻ പോയി കഴിയുമ്പോൾ ഒരു ഡിസ്കംഫർട്ട്, ബേണിങ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് എന്ന് ഉള്ള ചോദ്യം ഉള്ള പല സ്ത്രീകളും കാണും. ഡയബറ്റിസ് ഉള്ളവർക്ക് അത് പ്രത്യേകം. കാരണം ഡയബറ്റിക്സ് കൊണ്ട് നമ്മുടെ കിഡ്നിയൊക്കെ നശിച്ചു പോയാൽ നമ്മൾക്ക് ഇങ്ങനെയൊക്കെയുള്ളത് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഒരു കാര്യം, ഈ ഡയബറ്റീസിന്റെ സൈഡ് ഇഫക്ട്സ് ആയിട്ടുള്ള ന്യൂറോപ്പത്തി എല്ലാം ഒരുവിധം വരെ കൺട്രോൾ ചെയ്യാൻ ഒക്കുന്ന ഒരു മൾട്ടിവൈറ്റമിൻ, ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ B1ഉം B12ഉം. B12ഉം B1ഉം നമ്മൾക്കുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള സൈഡ് ഇഫക്ട്സ് അത്ര എളുപ്പമൊന്നും വരികയില്ല. സൈഡ് ഇഫക്ട്സ് ക്യാൻ ബി ഡിലേഡ്. ഈ തയാമിൻ എന്ന് പറയുന്നത് 2 ഫോമിൽ നമുക്ക് കിട്ടും. ഒന്ന് വൈറ്റമിൻ B1 എന്ന് പറഞ്ഞ് വാട്ടർ സോളിബിൾ ആയിട്ടുള്ളത്, അത് നമ്മൾ മൂത്രം ഒഴിക്കുമ്പോൾ അങ്ങ് പോവുകയും ചെയ്യും. നമ്മൾ അതാണ് കഴിക്കുന്നതെങ്കിൽ അത് ഫ്ലഷ് ഔട്ട് ചെയ്യും. വൈറ്റമിൻ B1 എന്ന് പറഞ്ഞ് നമ്മൾ പലതരത്തിലുള്ള കോമ്പൗണ്ട്സ് നമുക്ക് മാർക്കറ്റിലുണ്ട്. അത് നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്യുന്നത് അത്രയും എഫിഷ്യൻ്റ് അല്ല. എന്നാൽ ഏറ്റവും നല്ലതായിട്ടുള്ളത് ബെൻഫോറ്റമീൻ എന്ന് പറഞ്ഞ് കിട്ടും. ബെൻഫോറ്റമീൻ, ഈ ബെൻഫോറ്റമീൻ ആണെങ്കിൽ ഓയിൽ സോളിബിൾ ഫോം ഓഫ് വൈറ്റമിൻ B1 ആണ്. ആ ഓയിൽ സോളിബിൾ ഫോം ബെൻഫോറ്റമീൻ നമ്മൾ ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കണം. ഭക്ഷണത്തിൽ എന്തെങ്കിലും ഫാറ്റ് കാണും, ആ ഫാറ്റൊക്കെ ഉള്ളതിൻ്റെ കൂടെ നമ്മൾ ഇത് കഴിക്കുകയാണ് വേണ്ടത്. അത് ഏറ്റവും എളുപ്പം അബ്സോർബ് ചെയ്യും, അത് ബോഡിയിൽ സ്റ്റോർ ചെയ്യും. അതുകൊണ്ട് മാസിവ് ഡോസസ് ഒന്നും നമ്മൾക്ക് കഴിക്കാൻ പാടില്ല. നമ്മൾ കഴിക്കുന്നത് നമ്മൾക്ക് ഏത് സാധനം കഴിച്ചാലും കുറച്ച് ഒരു കണ്ടിന്യൂസ് ആയിട്ട്, ഇപ്പൊ നമുക്ക് ഒരു അക്യൂട്ട് കണ്ടീഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് കഴിച്ചാൽ പിന്നെ ഒരു ഗ്യാപ്പ് ഇടേണ്ടതും അത്യാവശ്യമാണ്. ഇതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട് ഒരു കാര്യം, ഞാൻ ഡോക്ടറും അല്ല, മെഡിക്കൽ പ്രാക്ടീഷണർ, ഒരു തരത്തിലുള്ള ആയുർവേദം ഒന്നും ഉള്ള ആളല്ല. എനിക്ക് വന്ന ഈ കണ്ടീഷന്റെ കൊണ്ട് അത് എത്രമാത്രം നമ്മളെ പ്രയാസപ്പെടുത്തും എന്നുള്ളത് കൊണ്ട് ഇതുപോലെയുള്ള വേറെ ആളുകളും കാണുമല്ലോ എന്നതുകൊണ്ടാണ് പറയുന്നത്. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് ആകാം, ഇറിറ്റബിൾ ബ്ലാഡർ ആവാം. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ കുക്കുംബർ, ഏത് കണ്ടീഷനിലും കുക്കുംബർ നല്ലതാണ്. ആൽക്കലൈസിങ് ഫുഡ്സും നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഇതൊന്നും ശാന്തമാകും, നമ്മുടെ ബ്ലാഡർ ഒന്ന് ശാന്തമാകും. പിന്നെ എപ്പോഴും മൂത്രം ഒഴിക്കാതെ ഇരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാലാണ് നമ്മൾക്ക് എൻഡ് ബ്ലീഡിങ് ഒക്കെ വരും. അങ്ങനെയൊക്കെ വരാതിരിക്കാൻ ഇതുമാതിരി നമ്മൾ ചെയ്യണം. പിന്നെ തയാമിൻ നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചിട്ട് തയാമിൻ കഴിച്ചു നോക്കുക. ബെൻഫോറ്റമിൻ ആണ് നല്ലത്. ഒരാഴ്ച കഴിച്ചു നോക്കുമ്പോൾ വ്യത്യാസം വരുന്നോ എന്ന് നോക്കുക. ഞാൻ കഴിച്ചിട്ട് എനിക്ക് നോട്ടബിൾ ഡിഫറൻസ് എനർജിയാണ്. മറ്റേത് ഞാൻ വളരെ ഡിപ്രസ്ഡ് ആയിട്ട്, നമുക്ക് ഡിപ്രഷനും ലാക്ക് ഓഫ് എനർജി ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും. വളരെ തളർന്നും ക്ഷീണിച്ചും ഒക്കെ ഇരുന്ന് ഒരു എന്താ പറയുന്ന ഡെസ്പോണ്ടന്റ്, ഒരു ഫെയിലിയർ പോലെയൊക്കെ തോന്നി ഇരിക്കുന്ന സമയമായിരുന്നപ്പോഴാണ് ഞാൻ ഈ തയാമിനെ കുറിച്ച് പെട്ടെന്ന് ഓർത്തതും. അതിനെക്കുറിച്ച് ഒരു എറിക് ബർഗ് എന്ന് പറയുന്ന ഒരു ആളുണ്ട്. അയാൾ ശരിക്കും നമ്മുടെ നാട്ടിലെ ഡോക്ടർ പോലെയുള്ള ഡോക്ടറല്ല. എറിക് ബർഗ് ഈ യൂറിനറി പ്രോബ്ലംസും തയാമിൻ ഡെഫിഷ്യൻസിനെ കുറിച്ച് പറഞ്ഞത് പെട്ടെന്ന് എൻ്റെ കണ്ണിൽ പെട്ടു. അത് ഞാൻ കേട്ടു. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ബാക്കിയുള്ളവരോടും കൂടി, ഇങ്ങനെ സഫർ ചെയ്യുന്ന ആളുകൾ ഒരുപാടുണ്ട്, അവരുടെ അടുത്ത് എൻ്റെ ഈ വീഡിയോ എത്തണമെന്നില്ല. എനിക്ക് റീച്ച് വളരെ കുറവാണ്. ഞാൻ ഇതിങ്ങനെ ഓരോ നീഷ്യ കാര്യങ്ങൾ ഇങ്ങനെ റാൻഡമായിട്ട് പറയുന്നത് കൊണ്ടും എനിക്ക് അതോറിറ്റി ഇല്ലാത്തത് കൊണ്ടും. അതോറിറ്റി ഉണ്ട്, യൂസർ റിവ്യൂ എന്ന് പറഞ്ഞിടുന്നതാണിത്. അതുപോലെ യൂസർ റിവ്യൂവിൻ്റെ അതോറിറ്റി എനിക്കുണ്ട്. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്, ടെസ്റ്റിമോണി. എല്ലാവരും അത് ചെയ്തു ഇത് ചെയ്തു എനിക്ക് രോഗസൗഖ്യം വന്നു അല്ലെങ്കിൽ എൻ്റെ മോന് ജോലി കിട്ടി എന്നൊക്കെ പറയാൻ അധികാരമുണ്ടെങ്കിൽ ഇത് പറയാൻ എനിക്കും അധികാരമുണ്ട്. നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളുടെ ഡോക്ടറോട് കൺസൾട്ട് ചെയ്ത് മാത്രം ചെയ്യുക. സൈഡ് ഇഫക്ട്സ് ഉണ്ടാകാതെ ഡയബറ്റിക്സ് ഈ ഉള്ളവർക്ക് ഏറ്റവും നല്ല ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു നെസസിറ്റിയാണ് ബെൻഫോറ്റമീൻ. അതൊന്ന് വെച്ച് ദിവസവും കഴിക്കുന്നത് നല്ലതാണ്. ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞതിന് ആധാരമായ പേപ്പറുകളും ലിങ്കുകളും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ചു നോക്കുക. നിങ്ങൾ ഡോക്ടറോട് പറയുമ്പോൾ വേണമെങ്കിൽ അത് അയച്ചു കൊടുത്ത് ഡോക്ടറോട് ഇത് ശരിയാണോ എന്ന് ചോദിക്കാം. അതൊക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.